ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഫിസിക്സ്. നിങ്ങൾ ടൈം വെക്കാതെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ 1 മിനിറ്റിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ ആർക്കും പറ്റും. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ അരമണിക്കൂർ കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷേ 1 മിനിറ്റിൽ ആരാച്ച് ഫസ്റ്റ് ചെയ്ത് തീർക്കുന്നത് അവരെയാണ് റാങ്ക് മുന്നോട്ട് വരുന്നത്, അവർക്കാണ് മാർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. അതാണ് നീറ്റിന്റെ പ്രത്യേകത. അപ്പോൾ 1 മിനിറ്റിൽ നിങ്ങൾ എത്ര വേഗം മുന്നേ ചെയ്യുന്നു, 1 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ, 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര വേഗം ആലോചിക്കാൻ പറ്റുന്നോ, 1 മിനിറ്റിൽ എത്ര വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾക്ക്, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഇത്രയും നേരം ഇരുന്ന് മെല്ലെ മെല്ലെ ആലോചിച്ച് ഇങ്ങനെ എഴുതുന്നതിലല്ല ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ എന്താ പഠിക്കേണ്ടത്? ടൈം മാനേജ്മെന്റ്. 1 മിനിറ്റ് ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ 1 മിനിറ്റിലൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ 2 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പഠിക്കുക. 2 മിനിറ്റിലോ 3 മിനിറ്റിലോ ചെയ്ത് തീർക്കാൻ പഠിക്കുക. പിന്നെ അതൊരു 3 മിനിറ്റ് 2 മിനിറ്റ് ആക്കുക, 2 മിനിറ്റ് 1.5 മിനിറ്റ് ആക്കുക, 1.5 മിനിറ്റ് 1 മിനിറ്റ് ആക്കി പഠിക്കുക. 1 മിനിറ്റിൽ ടൈമർ വെച്ച് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒരു 15 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് ഉണ്ട്, 5 ക്വസ്റ്റ്യൻ 5 മിനിറ്റ് ഉണ്ട്, ഇങ്ങനെ എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക. അത് നിങ്ങൾ വലിയ ഡിഫറൻസ് തന്നെ വരും. എൻ്റെ ഫസ്റ്റ് പ്രാവശ്യമൊക്കെ ഞാൻ എഴുതിയതിൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ എൻ്റെ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. ബേസിക്കലി ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടും കാര്യമില്ലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന റേറ്റ് എനിക്ക് കുറവായിരുന്നു. ക്വസ്റ്റ്യൻസ് 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിലും വലുത് ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആ സമയം കൊണ്ട് ചെയ്ത് തീർത്തും പഠിക്കുന്നതാണ് ഏറ്റവും വലുത്. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നിങ്ങൾ മാക്സിമം അതിന് ശ്രമിക്കാം.